വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിക്ക് എത്ര പങ്കില്ല എന്ന് ഇവർ ആവർത്തിക്കുമ്പോഴും എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിൻ്റെയും ഒഞ്ചിയത്തെ ടി.പി. ചന്ദ്രശേഖരൻ്റെയും കൊലപാതകം പാർട്ടിയുടെ അറിവോട് കൂടിയാണ് എന്നുള്ളത് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എടയന്നൂരിലും ഒഞ്ചിയത്തും നടന്നിരുന്നത് വിപ്ലവമല്ല, വൈകൃതമാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. പി ജയരാജനെ വെല്ലുവിളിച്ചുകൊണ്ട് മനു തോമസ് പറയുകയാണ് കൂടുതലൊന്നും പറയാൻ പ്രേരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഈ രണ്ട് സ്ഥലത്ത് നടന്നിരിക്കുന്ന കൊലപാതകങ്ങളും ഇതിനോടനുബന്ധിച്ച് നടന്ന പാർട്ടിയുടെ മുഴുവൻ കൊലപാതകങ്ങളും പാർട്ടിയുടെ അറിവോടുകൂടി പാർട്ടി സ്പോൺസേഡ് കൊലപാതകങ്ങളാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് എടയന്നൂരിലെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ധീര ഷുഹൈബിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത്. ആ കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരും. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഈ കൊലപാതകങ്ങളിൽ പി ജയരാജൻ്റെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം എം ഷാജർ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ നേതാവ്, അദ്ദേഹം യുവജന കമ്മീഷൻ്റെ ചെയർമാനല്ല, അദ്ദേഹം കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളുടെ കമ്മീഷൻ അടിക്കുന്ന ചെയർമാനാണെന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ്.